ടി.പി. സിന്ധു മോളിലേക്കാണ്. സിന്ധു, ഈ ബജറ്റിൻ്റെ ഒരു വികസന വശങ്ങൾ അധികം ചർച്ച ചെയ്യാതെ കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അവലംബിച്ച് കാണുന്നത്. ഇടത് വലത് മുന്നണികളും സമാനമായ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. കേരളം എന്താ ഭാരതത്തിൻ്റെ ഭാഗമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇതിന് മറുപടിയായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പല പദ്ധതികളും കേരളത്തിനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ബെനഫിഷ്യൽ ആകുന്നത്. ഒന്ന്, ഈ മെഡിക്കൽ ടൂറിസം നമ്മൾ ഒരുപാട് മുന്നേറിയിട്ടുള്ളൊരു മേഖലയാണ്. അതുപോലെ പിൽഗ്രിം ടൂറിസം, മറ്റൊന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ധാതു കോറിഡോറ്, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ വരുമ്പോൾ കേരളത്തിന് വലിയ ഗുണം കിട്ടുകയാണ്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കേരളത്തിന് അനുവദിച്ച കാര്യങ്ങളൊക്കെ എവിടെ പോയി? 2017 മധുരയ്ക്കും കേരളത്തിനുമായി 2 എയിംസ് പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ എയിംസിൻ്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞുപോയി. ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും അക്കാര്യത്തിൽ ഉണ്ടായില്ല. മാത്രവുമല്ല, ഈ കേരളത്തിന് നടപ്പാക്കാവുന്ന ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട്. സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, അതിലൊക്കെ എന്ത് അനാസ്ഥയാണ് കേരളം കാണിച്ചതെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ബജറ്റിനോടുള്ള പ്രതികരണമായി പറഞ്ഞത്. അപ്പോൾ ഇവിടെ കിട്ടിയതൊന്നും നടപ്പാക്കുന്നുമില്ല, പക്ഷേ കിട്ടിയില്ല എന്നുള്ള ഒരു പറച്ചിലാണ് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നീലിമ പറഞ്ഞത് വളരെ കൃത്യമാണ്. നീലിമ, ഞാൻ ഒന്ന് പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. CP ജോൺ സാറും ഉണ്ടല്ലോ. നമ്മളുടെ CPM കോൺഗ്രസിനെ പിന്താങ്ങിക്കൊണ്ട് UPA ഗവൺമെൻറ് ഭരിച്ച ഒരു 10 വർഷമുണ്ട്. 46,000 കോടി രൂപയാണ് നികുതി വിഹിതമായിട്ട് ആ 10 വർഷ കാലയളവിൽ കിട്ടിയത് കേരളത്തിന്. മോദി ഗവൺമെൻറ് 10 വർഷം ഭരിച്ചു. 1,50,140 കോടി രൂപ നികുതി വിഹിതമായി കേരളത്തിന് ലഭിച്ചു. ഇനി UPA ഗവൺമെൻറ് കേന്ദ്രം അവഗണന കാട്ടുകയാണെന്നാണല്ലോ നിരന്തരം പറയുന്നത്. ശ്രീ ബാലഗോപാലൻ അദ്ദേഹത്തിന് ഇത് തന്നെ ഓരോ ദിവസവും പറയാതെ ഉറക്കം വരില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ കേന്ദ്രം അവഗണന നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം, UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 72,000 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് കൊടുത്തിട്ടുള്ളത്. മോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 3.2 ലക്ഷം കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ചോദിച്ചത് ചില കാര്യങ്ങൾ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ കണക്കുകളല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ കണക്കുകൾ സത്യമാണ് സംസാരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് ഇവർക്ക് അറിയുകയും ചെയ്യാം. ഇനി 32 ലക്ഷം വീടുകളിൽ ഇപ്പോഴും കേരളത്തിൽ കുടിവെള്ളം എത്തിയിട്ടില്ല. ജൽ ജീവൻ പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ കേന്ദ്ര സർക്കാർ ഇത്രയധികം എഫേർട്ട് എടുത്ത് ഒരു വീട്ടിൽ ഒരു പൈപ്പെങ്കിലും എത്തണമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന പദ്ധതി 32 ലക്ഷം വീടുകളിൽ ഇപ്പോഴും കുടിവെള്ളം എത്താത്തതിൻ്റെ കാരണം എന്താണ്? ഈ കരയുന്ന വിദ്വാൻമാർ തന്നെ ഇതിൻ്റെ ഉത്തരം പറയണ്ടേ? മറ്റൊന്ന്, PM ആവാസ് യോജന 2.0 പദ്ധതി നടപ്പിലാക്കാത്ത രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി, ഇവിടെ വയോജനങ്ങളെ കുറിച്ച് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഇവിടെ ജോസ് സെബാസ്റ്റ്യൻ സാർ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ക്യാഷ് ഫ്ലോ വരുന്ന രീതിയിൽ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ചേർത്ത് പിടിക്കേണ്ട സംഗതികൾ അദ്ദേഹം പറഞ്ഞല്ലോ. ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കാത്ത ഏക സംസ്ഥാനം കേരളമാണ്. ഇത്രയധികം പണം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ചോദിക്കുമ്പോൾ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടെ ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു രാജ്യം കടമെടുക്കുന്നു, അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്നത് എന്താണ്? ഇന്ത്യ കടക്കണിയിലാണ്, ഇന്ത്യ കടമെടുക്കുന്നു. ഈ പറയുന്ന സംസ്ഥാനങ്ങൾ എടുത്ത കടം തിരിച്ചടയ്ക്കാതെ വരുമ്പോഴും ഇതൊക്കെ എവിടെയാ ബാധിക്കുക? ആന്തരിക കടത്തിലേക്ക് വരുന്നില്ലെങ്കിൽ പോലും ഇതെല്ലാം ഒരു സർക്കാരിനെ ബാധിക്കുന്നില്ലേ? ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് സംസ്ഥാന സർക്കാരുകൾ കൂടിയല്ലേ? അപ്പോൾ ഇത്തരത്തിൽ കൊടുത്തിട്ടും ഇവിടെ ഒന്നും നടപ്പാക്കാത്ത പദ്ധതി. ഇനി ഞാൻ മറ്റൊന്നുകൂടി പറയാം. 35 റെയിൽവേ സ്റ്റേഷനുകൾ കാസർഗോഡ് മുതൽ ഇങ്ങ് നെയ്യാറ്റിൻകര വരെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പോയി നോക്കൂ. ഏതാണ്ട് 7,000 കോടി രൂപയാണ് ഈ 35 റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഈ കേരളത്തിൽ ചെലവാക്കുന്നത്. ഒന്ന് ആലോചിക്കൂ. ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഓരോ റെയിൽവേ സ്റ്റേഷനും വികസിച്ചു കൊണ്ടിരിക്കുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് വീണ്ടും നൽകി. നമ്മുടെ റെയിൽവേക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള
സ്പീഡ് ട്രെയിനുകൾ ഇവിടെ നമ്മൾ ഈ കേരളത്തിന് സംഭാവന ചെയ്തു. ഇവിടെ ദേശീയപാതകൾ 35 വർഷമായിട്ടും പൂർത്തീകരിക്കാതെ കിടന്ന ദേശീയപാതകൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് ഈ മോദി ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത 2014 ശേഷമാണെന്നുള്ളത് ഇവിടെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. ഇപ്പോൾ ഇവിടെ തീരദേശപാതകളിൽ കൂടി ഇന്ന് പോകുന്നവർ ഇവിടുത്തെ ശ്രീമാൻ പിണറായി വിജയൻ ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്, അല്ല നരേന്ദ്രമോദി സർക്കാരിനെയാണ് പുകഴ്ത്തി പറയുന്നത്. അപ്പോൾ കേരളത്തിന് ഇവിടെ ഇത്രയധികം വിഹിതങ്ങൾ എത്തിയിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ പണം എവിടെ പോകുന്നു? ഏതാണ്ട് 92% പോകുന്നത് ഇവിടുത്തെ കടം ഒടുക്കാനാണ്. കേരളം കടം ഒടുക്കാനാണ് ഇവിടെ മാത്രമല്ല ശമ്പളവും പെൻഷനും നൽകാനാണ് ഈ കടമെടുക്കുന്ന പണം പോലും, ഈ കേന്ദ്രം നൽകുന്ന പണം പോലും പോകുന്നത് എന്നുള്ളൊരു വിമർശനം കാലാകാലങ്ങളായി നിലനിൽക്കുന്നതാണ്. അതെ, അതിൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞോട്ടെ. ഇതൊക്കെ പറയുമ്പോഴും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കേരളത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് രാഷ്ട്രീയം നോക്കാതെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളിൽ മത്സ്യസമ്പത്തുണ്ട്, നാളികേര വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കശുവണ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, ധാതു ഖനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമല്ലേ? ഈ കേരളം ഇതിന് പ്രൊപ്പോസൽസ് വെക്കണ്ടേ? കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ 3 ആയുർവേദ എയിംസുകൾ വരുന്നു. ഈ കേരളം എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ കളിത്തൊട്ടിലാണ്. അതെ, ഇവിടെ ഈ ഗവൺമെന്റ് പ്രൊപ്പോസൽ വെക്കുമോ? അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് വരുന്നു. ഒരു പ്രൊപ്പോസലെങ്കിലും കേരളം വെക്കുമോ? അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കുമോ എന്നതാണ് അറിയേണ്ടത്.